നമസ്കാരം. ഇന്ത്യയിലെ പെട്രോൾ ഡീസൽ വില പല നഗരങ്ങളിലും 100 രൂപയുടെ അടുത്താണ്. ചില നഗരങ്ങളിൽ 100 രൂപയിൽ കൂടുതലാണ്. ഇന്ധനവില ഉയർന്നു നിൽക്കുന്നത് രാജ്യത്തെ സാധാരണക്കാരെയും മധ്യവർഗത്തെയുമെല്ലാം ഒരുപോലെ ബാധിക്കുന്ന ഒരു പ്രധാന കാര്യമാണ്. ഇടയ്ക്ക് വിലക്കുറവുണ്ടായാൽ പോലും ആഗോള സാഹചര്യങ്ങൾ പ്രവചാതീതമായതിനാൽ ഒരു പരിധിയിൽ താഴേക്ക് നിരക്കുകൾ കുറയാനും കഴിയുകയില്ല. എന്നാൽ 1 ലിറ്റർ പെട്രോളിന് 15 രൂപയ്ക്ക് കിട്ടിയാലോ? അത് മറ്റാരുമല്ല, കേന്ദ്ര പെട്രോളിയം മന്ത്രി നിതിൻ ഗഡ്കരിയാണ് ആ ഒരു പദ്ധതി ഇപ്പോൾ ആവിഷ്കരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ നടന്ന ഒരു റാലിയിലാണ് കേന്ദ്രമന്ത്രി ഇതേപ്പറ്റി വിശദമാക്കിയത്. അതെങ്ങനെ സാധിക്കുമെന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. അതിനുള്ള മരുന്നാണ് എഥനോൾ. പെട്രോളിൽ എഥനോൾ കലർത്തിയുള്ള ഫ്ലെക്സ് ഫ്യൂവലിലൂടെ പെട്രോൾ വില കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് ഗഡ്കരി പറഞ്ഞിരിക്കുന്നത്. പെട്രോളിൽ 60% വരെ എഥനോൾ ബ്ലെൻഡ് ചെയ്താൽ വില ലിറ്ററിന് 15 രൂപ വരെ താഴ്ത്താൻ സാധിക്കുമെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. എഥനോളിന്റെ ആധിപത്യം പരിസ്ഥിതിക്കും കർഷകർക്കും ഒരുപോലെ മെച്ചമാണെന്ന ഒരു ബോണസ് നേട്ടവും കൂടിയുണ്ട്. കഴിഞ്ഞ വർഷം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾ നിർമ്മിക്കണമെന്ന് രാജ്യത്തെ വാഹന നിർമ്മാണ കമ്പനികളോട് ആവശ്യപ്പെടുകയുണ്ടായി. തുടർന്ന് ടൊയോട്ട നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ ഫ്ലെക്സ് ഫ്യൂവൽ അധിഷ്ഠിത ഇന്നോവ കാർ അവതരിപ്പിക്കുകയും ചെയ്തു. ഇതോടെ ഫ്ലെക്സ് ഫ്യൂവൽ ടെക്നോളജിയിൽ ഉയരങ്ങൾ കീഴടക്കിയ രാജ്യമാണ് ഇന്ത്യ എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. നിലവിൽ കൂടുതൽ എഥനോൾ ബ്ലെൻഡ് ചെയ്യുന്ന സാങ്കേതിക വിദ്യ ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ കാലത്തിന്റെ ഇന്ധനമായി E20 ഫ്യൂവൽ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലേത്. BS6 രണ്ടാം ഘട്ടം നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതോടെ ഫ്ലെക്സ് ഫ്യൂവലിന്റെ പ്രാധാന്യം വർദ്ധിക്കും. E20 ഫ്യൂവലിൽ 20% എഥനോളാണ് നിലവിൽ. പെട്രോളിൽ 60% മുതൽ 85% വരെ എഥനോൾ ബ്ലെൻഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ എഥനോൾ ബ്ലെൻഡ് ചെയ്ത ഫ്യൂവൽ ഇന്ത്യയെ സംബന്ധിച്ച് ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കാൻ സഹായകരമാകും. രാജ്യത്തിന്റെ ഇന്ധന ആവശ്യകതയുടെ 80% ഇറക്കുമതിയായാണ് നിലവിൽ ആശ്രയിക്കുന്നത്. ക്രൂഡ് ഇറക്കുമതി ചെലവ് വൻതോതിൽ കുറയുന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും നേട്ടമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയിലെ വില കയറ്റത്തോത് വലിയ തോതിൽ കുറയ്ക്കാൻ എഥനോളിലൂടെ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എഥനോൾ ഇന്ധനം രാജ്യത്തെ കർഷകർക്ക് വലിയ നേട്ടം നൽകുമെന്നും നിതിൻ ഗഡ്കരി പറയുന്നുണ്ട്. ആഹാരം നൽകുന്നവർ എന്ന ലേബലിൽ നിന്ന് ഊർജം പ്രദാനം ചെയ്യുന്നവർ എന്ന നിലയിലേക്കാണ് കർഷകർ മാറ്റം സംഭവിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതാദ്യമല്ല നിതിൻ ഗഡ്കരി വൈറലാകുന്ന ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. മുമ്പ് അടുത്ത 5 വർഷത്തിനുള്ളിൽ പെട്രോളിന്റെ ഉപയോഗം അവസാനിപ്പിക്കുമെന്നും ഗ്രീൻ ഹൈഡ്രജൻ ആ സ്ഥാനം കൈയടക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്ക്, ഭാരതത്തിലെ കോടാനുകോടി ജനങ്ങൾ, അതായത് 140 ജനങ്ങൾക്ക് അന്നം മൂട്ടുന്ന കർഷകരിനി പെട്രോളും ഡീസലും തരും. അവർ മാറാൻ പോവുകയാണ് മോദി സർക്കാരിന്റെ കീഴിൽ. വരും ദിവസങ്ങളിൽ, വരും നാളുകളിൽ, വരും വർഷങ്ങളിൽ രാജ്യത്തിന് ഇന്ധനം എന്ന രീതി ഉണ്ടാകുകയില്ല. അതിനു വേണ്ടിയാണ് ഇനി 15 രൂപ ലിറ്റർ ഒരു എഥനോൾ ഉപയോഗിക്കുമ്പോൾ വാഹനങ്ങൾ സ്മൂത്തായി തന്നെ ഓടിക്കൊണ്ടിരിക്കും. പെട്രോളിന് പകരം ഇനി അവൻ വരും.